എന്താ അത്? എന്താ? ഇപ്പൊ നമ്മൾ ആ വണ്ടിയുടെ മുന്നിൽ പോയിട്ട് അതിന് വഴിയില്ലാതാക്കണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ല, ഇത് പാചകത്തിനുള്ള കടലെണ്ണയാണ്. ഇതിന് തീ പിടിക്കില്ല. നമ്മളിവിടെ പിക്നിക് ആഘോഷിക്കാനാണോ വന്നിരിക്കുന്നേ? എണ്ണയും ഉരുളക്കിഴങ്ങും ടൊമാറ്റോ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നേ. എന്നെ കഴുതേന്ന് വിളിക്കുമല്ലേ? ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്കൂട്ടർ ഓടിച്ചു കൊണ്ടുവന്നാ പോരായിരുന്നോ? അയ്യോടാ, ഇത് ഞങ്ങൾ ആലോചിച്ചില്ലല്ലോ. സാധനങ്ങൾ വെച്ചോണ്ട് സ്കൂട്ടർ ഓടിക്കാമായിരുന്നു അല്ലേ? പിന്നല്ല. ഇല്ലില്ല, ഇത്രയും ഭാരം വെച്ചിട്ട് എങ്ങനെയാ സ്കൂട്ടർ ഓടിക്കാൻ പറ്റിയ? ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇതൊന്നും സ്റ്റാർട്ട് ആവുന്ന പോലും ഇല്ലല്ലോ. അറിയോ, ഈ സ്കൂട്ടർ കേടായി പോയി. അതുകൊണ്ടാ ഞങ്ങൾ തള്ളിക്കൊണ്ട് വന്നത്. ഹലോ അബ്ദുള്ള ചേട്ടാ. അയ്യോ, വരൂ വരൂ, നിങ്ങളൊക്കെ കണ്ട് കുറെ നാളായല്ലോ. എവിടെ പോയിരുന്നു? ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും വാ. ഇങ്ങേർക്ക് കണ്ണ് കാണാതെ എന്ന് തോന്നുന്നു. അങ്ങേര് നമ്മളെ കാണുന്നില്ലെന്നാ തോന്നുന്നത്. എന്റെ അബ്ദുളിന്റെ ഗറാജിനകത്ത് തന്നെ നിന്നോണ്ട് അബ്ദുളിന് കണ്ണ് കാണില്ലെന്ന് പറയുന്നോ? അത് വിട്, ഞാൻ പറയുന്ന കേൾക്ക്. ഈ നഗരം ഫുള്ള് നിങ്ങളുടെ പേര് ഫേമസ് ആകാൻ പോവാ. നിങ്ങൾക്ക് ഹോർഡിംഗ് വെക്കും. എല്ലാ ന്യൂസിലും നിങ്ങളായിരിക്കും. കഥയൊക്കെ നിങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാ പറയുന്നേ? നിങ്ങളൊന്ന് സ്വപ്നം കാണൂ. അത് തീർക്കേണ്ടത് ദൈവത്തിന്റെ പണിയാണ്. ശരി ശരി, ആ കാര്യം വിട്ടേക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയേ. നിങ്ങൾ സ്പോൺസർ ചെയ്തേ പറ്റൂ. അപ്പൊ നീ ഭക്ഷണ മത്സരത്തിന് പോവാൻ പോവാണോ? എന്നിട്ട് ഞാൻ അതിന് സ്പോൺസറും ചെയ്യണം. കാസിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. അതില് വണ്ടികളൊക്കെ ഫൈറ്റ് ചെയ്യും. അവസാന ഫിനിഷ് ലൈനിൽ ഏത് വണ്ടിയാണ് എത്തുന്നത് അവര് ജയിക്കും. എന്ത്, എന്റെ വണ്ടി തന്നെ പൊളിച്ചെടുക്കാൻ നോക്കാണോ? അപ്പൊ എന്റെ വണ്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കില്? ഒരുപക്ഷെ രക്ഷപ്പെട്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പറഞ്ഞതല്ലേ നിന്റെ ചെവിയിൽ വേദന ഉണ്ടെന്ന്. ആദ്യം നിന്റെ കാതാണ് ശരിയാക്കേണ്ടത്. എനി ഡൗട്ട്? ഇഞ്ചക്ഷൻ റെഡിയായി കേട്ടോ. ബനി, ഇങ്ങ് വാ. നിന്റെ ഇയർ കാസിൽ എടുത്തോണ്ട് വാ. ഇവന്റെ ചെവി ഒന്ന് ക്ലീൻ ആക്കേണ്ടിയുണ്ട്. ആദ്യം ഇവന്റെ കാതിന്റെ ഗേറ്റിനെ ഇന്ത്യ ഗേറ്റ് ആയിട്ട് മാറ്റണം. നന്ദു, അകത്ത് ചെന്ന് നോക്ക്. അകത്ത് എന്തെങ്കിലും അഴുക്ക് ബാക്കിയുണ്ടോന്ന്. അയ്യോ, ഇത് ബോംബിട്ട് കഴിഞ്ഞ അവര് കട്ട്ലറ്റ് ഇടുന്നു. എനി ഡൗട്ട്? ശ്രദ്ധിച്ച് നോക്കി. അയ്യോ, എന്താ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇത് കഴിച്ചാല് നാട് മൊത്തം വൈറസ് സ്പ്രെഡ് ആവും. അയ്യോ, എന്തായി പറയുന്നത്? ഇതിന് ജീവനുണ്ട്. അയ്യാഹോ, ഇനി നിനക്ക് ജീവൻ കാണത്തില്ല. ലോകം മൊത്തം പറഞ്ഞ് പരത്തിയില്ലേ ഞാനാ വൈറസ് പരത്തിയെന്ന്. ഒരൊറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എന്നെ ആക്രമിക്കാൻ വരുന്നോ? ഈ ബാറ്റിന്റെ ബാറ്റിലോ എല്ലാരും ഞാൻ ബോൾഡായി കഴിഞ്ഞു. ചീറ്റിംഗ് ചീറ്റിംഗ്, നീ കാണിക്കുന്ന ചതിയാണ്. ഇവിടെ വരൂ, വന്നെന്നെ രക്ഷിക്കൂ. എന്ത് പറ്റി ഡോക്ടർ പല്ലു? ഇവരൊക്കെ ആരാണ്?
എന്നെ അമ്മയെന്ന് വിളിക്കുന്നു. എന്നെ കണ്ടിട്ട് അമ്മയെ പോലെ തോന്നുന്നുണ്ടോ? നിന്റെ വായിൽ നിരന്നിരിക്കുന്ന പല്ലുണ്ടല്ലോ, ഞാൻ ഒരൊറ്റ ഇടി എന്നാ പിന്നെ ആ വായിൽ ഒരൊറ്റ പല്ല് കാണൂല. അല്ല എന്ത് പറ്റി? ഇങ്ങ ഒരു കാണാൻ പറ്റുന്നില്ലേ, ചൈനീസ് വേഷം. ഇവർ തലകുരിച്ച് വന്നിട്ട് തലയിലിരിക്കുന്ന തൊപ്പി കൊണ്ട് എന്റെ വയറ്റിൽ കുത്തി എന്നെ ആക്രമിക്കാൻ നോക്കുമായിരുന്നു. ഡോക്ടർ ബാലു, ഞങ്ങള് ഹണിയും പണിയും കൂട്ടുകാരാണ്. ഞങ്ങളെല്ലാം നിന്നോട് ഹലോ പറയായിരുന്നു. ചൈനീസ് ഭാഷയിലെ ഹലോക്ക് നീഹോ എന്നാ പറയുന്നേ. ഇങ്ങ ഒരു ഈ ഇന്ത്യൻ ഭക്ഷണത്തിൽ നിങ്ങൾ എന്തിനാ ചൈനീസ് സോസ് കലക്കുന്നത്? വെള്ളമില്ലാതെ മുട്ട മുഴുകാൻ ശ്രമിക്കുന്നത് പോലെയാണത്. നിങ്ങളുടെ തലച്ചോറിൽ നിന്നും ബുദ്ധിയെല്ലാം ആവിയായി പോയോ? അല്ല, ഞങ്ങൾ ചൈനയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. ഞങ്ങളുടെ ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ NRI ആകാൻ പോവുകയാണ്. എനി ഡൗട്ട്? നന്ദു, ഞാൻ വന്നു നിന്റെ മുമ്പ്. പേടിക്കല്ലേ. ഞങ്ങൾ എന്തിനു പേടിക്കണം? എന്തെന്ന് വെച്ചാ ഡോക്ടർ ബാലു അവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ. ഈ ലോകം മുഴുവനും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? മനസ്സിലായോ? നിങ്ങളെ ചികിത്സിക്കാനല്ലേ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ നോക്ക്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ നന്നായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും വളരെ ആക്റ്റീവ് ആണ്. ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയുമാണ്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു രോഗമില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് വരില്ല. ഓ, മാഡമല്ലേ ഇന്നലെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് നാളെ തന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാന്ന്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്റെ ദൈവമേ, സമയം ശരിയില്ലെങ്കിൽ അത് നമ്മളെ വെറുതെ വിടില്ല. എന്തായാലും നമ്മളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിരിക്കുക. അയ്യോ രക്ഷിക്കണേ. ആ ഷെഫിന് മുമ്പ് നീ തന്നെ എന്നെ ആ പാനിലേക്ക് എറിഞ്ഞ് കൊന്നു കളയാന്നാ തോന്നുന്നേ. സോറി. സൂക്ഷിച്ച്, അവൻ എന്റെ സുഹൃത്താണ്. അയ്യോ, എന്റെ ക്യാച്ച് ആരെ കൊണ്ടും മാച്ച് ചെയ്യാൻ പറ്റില്ല. മാച്ച് അല്ലെങ്കിൽ പിന്നെ എന്തിനാ കേസ് എടുത്തേ? സർ, എനിക്കിത് ഒട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ചൈനയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതും ഞാൻ അങ്ങോട്ട് മാറുന്നതും ഒക്കെ. ഈ മണ്ടം പറഞ്ഞത് ശരിയാണല്ലോ. ആഹാ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? നമ്മൾ ഇനി മുതൽ ചൈനയിലായിരിക്കും താമസിക്കുന്നതല്ലേ? ഒന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിൽ ഇരുന്ന് ന്യൂഡിൽസ് ഒക്കെ അടിപിടിച്ച് പൊളിച്ച് കഴിക്കാം. ഏയ്, മതിലിന്റെ മുകളിൽ പോയിരുന്ന് എന്തിനാ കഴിക്കുന്നേ? മാഡം ഇപ്പൊ അവിടുത്തെ കൺട്രി ഹെഡ് ആണ്. മാഡത്തിന് വലിയ ബംഗ്ലാവ് തന്നെ കിട്ടും. ഹണി, നിന്റെ തലയിൽ കൊമ്പുണ്ടോ? ഇല്ലല്ലോ. കഴുതകളുടെ തലയിൽ അല്ലെങ്കിൽ ഒരു കൊമ്പ് കാണത്തില്ല. ചൈനയുടെ വൻമതിൽ ലോകത്തിൽ ഏറ്റവും മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ്. എനി ഡൗട്ട്? നമസ്കാരം. അങ്ങനെ മലത്തി അടിച്ചിരിക്കുന്നു. ഇത് ചൈനീസ് ഗെയിമാണ്. ഞാനത് പഠിച്ചു കഴിഞ്ഞു. ജയിക്കുകയും ചെയ്തു. എടാ, കഴുത ഹണിയാണ്, അല്ലാതെ നമ്മളൊന്നുമില്ല. എനി ഡൗട്ട്? വെറുതെ കിടന്ന് കുസ്തിയൊക്കെ കാണിച്ചിട്ട് അത് ചൈനീസ് ഗെയിം ആണെന്ന് പറയാണ് ഇവൻ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ചൈനയിൽ മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹലോ യുവർ ഓണർ, ഈ പ്രതിക്ക് എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്? ഇതാ നിങ്ങളുടെ ഓർഡർ. സുഹൃത്തുക്കളോടൊപ്പം ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോ സുഹൃത്തുക്കൾക്കും സന്തോഷമാണ്. അത് പാർട്ടി 5 സ്റ്റാറിൽ നടക്കുമ്പോ മനസ്സിന് കൂടുതൽ സന്തോഷമാണ്. എനി ഡൗട്ട്? തോത്താറാം, നീ ഇന്ന് പുതിയ ജിം തുടങ്ങിയതല്ലേ? നോക്കിക്കോ, അതിൽ ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്യും. പേഴ്സണൽ ട്രെയിനിങ്ങിന് നിന്നെ വിളിക്കും, ഒരുപാട് പൈസ തരും. അങ്ങനെ നീ ഒരുപാട് ജിമ്മുകൾ തുറന്നുകൊണ്ടേയിരിക്കും. ആ മതി ബ്രോ, താങ്ക് യു വെരി മച്ച്. നീ എന്നെ ഒരുപാട് പ്രശംസിക്കുന്നു. അതെ സുഹൃത്തെ, നീ ഒരുപാട് ജിമ്മ് തുറക്കണം, ഇങ്ങനെ പാർട്ടി തന്നോണ്ടിരിക്കണം. എടാ
എടോ 2x2 ഈ സൂപ്പ് ഒട്ടും കൊള്ളത്തില്ല. വേറെ ഒന്ന് കൊണ്ടുപോവാ. ആരാ ഇത് പറയുന്നേ? ഇത് ചെറിയ പ്രശ്നമല്ലേ? നോക്കേ, ഇത് ചെറിയ പ്രശ്നമില്ല, വലിയ പ്രശ്നം തന്നെയാ. നോക്കിയേ, നിങ്ങൾക്ക് സൂപ്പിൽ എന്താ പ്രശ്നം? ഈ സൂപ്പിൽ എന്തിനാ എണ്ണ ഒഴിച്ചത്? ഞാൻ ചോദിച്ചത് സൂപ്പിൽ എന്താ പ്രശ്നമെന്നാ. എടാ തൊപ്പിക്കാരാ, ഇത് ചീത്തയായെന്ന്. ഇത് പെർഫെക്റ്റ് സൂപ്പാ. പേരിനേറ്റ പോലെ പെർഫെക്റ്റ് ആണ്. പേര് പോലെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ആ ഞണ്ട് എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തതാ. അതിനെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വന്ന് അതിനെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കണം. സാർ, യുവർ സൂപ്പ് ഇസ് റെഡി. സൂപ്പ് റെഡിയായ വേഗം കൊണ്ടുപോവാ. എനിക്ക് ഭയങ്കരമായി വിശക്കുന്നു. ഒരു തവണ സാറ് കിച്ചണിലേക്ക് വന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. സൂപ്പില് പ്രശ്നം ഉണ്ടെങ്കിൽ സൂപ്പ് ശരിയാക്കിത്താ. അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക? അങ്ങോട്ടേക്ക് വന്നാ സൂപ്പ് നന്നാക്കി തരാന്നല്ലേ പറയുന്നത്. എന്റെ കൂടെ ഒന്ന് വരൂ സാർ. എടോ ഞണ്ട്, എന്തിനാ എങ്ങനെ ചൂടാകുന്ന? വിളിച്ചെങ്കിൽ അകത്തോട്ട് പോകും. വൈറ്റ് കോളറ് മറക്കണ്ട. വാ പോയി സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എക്സ്ക്യൂസ് മീ, യെസ് സർ. ഞാൻ ഷെഫിന്റെ അടുത്ത് ക്രാബ് സ്റ്റഫ് കേക്ക് ചോദിച്ചിരുന്നു. യെസ് സർ, ഞണ്ട് അവൈലബിൾ അല്ലല്ലോ. ഇപ്പോഴാണ് ഷെഫ് ഓർഡർ ചെയ്തത്. നണ്ടേ, ദാ കിറ്റ്കാറ്റ്. എടാ, ഒരുപക്ഷെ നമ്മുടെ ഞണ്ട് കിറ്റ്കാറ്റിനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത്. എന്താ നിങ്ങളും ഉണ്ടോ? ഈ പാർട്ടിയും കൊണ്ടാണോ വന്നത്? 10 മിനിറ്റ് പോലും നിൽക്കില്ല. അത് നിങ്ങൾക്ക് സമയം പറഞ്ഞു തരും. കേട്ടോളൂ, കാട് മുഴുവൻ ഈ കോമ്പറ്റീഷന്റെ ഗ്രൗണ്ടാ. ഒരു ഗ്രൗണ്ട്. എല്ലാവരും ഈ പൊതുകളുടെ പൊസിഷനിലേക്ക് വരൂ. ഇങ്ങോട്ട് വരൂ. അല്ല, അവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെ പൊസിഷനിൽ പോയി നിൽക്കും? അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഗുരുവിന്റെ ഭാര്യയും ഗുരുവാണ്. ഇപ്പൊ ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവാം. ഉഷാറായി ക്ലാപ്പ് ചെയ്യൂ. മണ്ടി ബൾട്ടി അടിച്ചു. പിന്നെ കൊരകൻ റേസിൽ ഔട്ടായി. ഉഷാറായി ക്ലാപ്പ് ചെയ്യൂ. കൊലുങ്ക് രേസിന് ഔട്ടായി. നിങ്ങൾ സന്തോഷത്തോടെ കൈയടിക്കാം. ഈ റോപ്പ് എവിടുന്നാ വന്നേ? നീ അല്ലേ പറഞ്ഞത് നോബിനകത്ത് റോപ്പ് ഇടണമെന്ന്? എടാ മണ്ട, ഞാൻ പറഞ്ഞതാണോ നീ ചെയ്തത്? ബീൻസ് കഴിച്ചതെല്ലാം ദഹിച്ചു. പക്ഷെ ഗെയിം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇഞ്ചക്ഷൻ റെഡിയായി. ഇങ്ങി വാ. വാ തുറക്ക്. നാക്കിലും പല്ലിലൊക്കെ മൊത്തം അഴുക്കാണ്. ഇത് ശരീരോടോ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റോ? വയറ് മുഴുവനും ഗ്യാസ് അടച്ചു വെച്ചിരിക്കുന്നു. നന്ദു, ഇങ്ങി വാ.
എനിക്ക് വിഷം തന്നു, എന്നെ വിഷം കുടിപ്പിച്ചു. മോനെ ഇങ്ങ് വാ. ഇത് പോയിസൺ അല്ല, ഗ്യാസിനുള്ള മെഡിസിൻ ആണ്. നിന്റെ വയറ്റിലുള്ള ഗ്യാസ് ഇത് റിലീസ് ചെയ്ത് നിന്നെ ഗ്യാസ് ഫ്രീ ആക്കി തരും. ഇവരിതെന്തായി ചെയ്യുന്നേ? ഇവരൊക്കെ സ്മഗ്ലേഴ്സാ. കാശ് കൊടുത്തിട്ട് വൈരം ഇവരെ എക്സ്ചേഞ്ച് ചെയ്യാ. ഓ, അപ്പൊ മേഡം ഒരു സ്മഗ്ലർ ആണോ? ആ, മേഡം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്യൂട്ട് കേസും വാങ്ങിയിട്ട് ഒരു കിഴി ഒരാൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഹണി, മേഡത്തെ കുറിച്ച് നീ തെറ്റായി സംസാരിക്കില്ലേ? ശരി, എന്നാ നീ പറഞ്ഞേ, മേഡം എന്തായിരിക്കും ചെയ്തതെന്ന്? അതെ, നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. എന്ന് വെച്ചാ അവര് സ്മഗ്ലിംഗ് ചെയ്യാണെന്നാണോ അർത്ഥം? പറഞ്ഞേ. ഇടയ്ക്കിടയ്ക്ക് ഫോറിൻ ടൂറും പോവാറുണ്ട്. ലഗേജിനൊപ്പം എപ്പോഴും ഒരു ബ്രീഫ് കേസും ഉണ്ടാകും. പക്ഷെ തിരിച്ചു വരുമ്പോഴോ ആ ബ്രീഫ് കേസ് ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ ബ്രീഫ് കേസിലാണോ സ്മഗ്ലിംഗ് ചെയ്യുന്ന ഡയമണ്ട്സ് ഉണ്ടാവുന്നത്? എന്നാ അവരുടെ ഫ്രണ്ട് ഷക്കലും ക്രിമിനലായി തന്നെ ഇരിക്കണം. എനി ഡൗട്ട്? ഒന്ന് ആലോചിക്കേ, മാഡം ഫോറിനൊക്കെ ചെന്ന് ഡയമണ്ട് സ്മഗ്ലിംഗ് ചെയ്യാ. ഒരുപക്ഷെ ഫോറിനിലുള്ള സ്മഗ്ലേഴ്സിന്റെ മൂഡ് മോശമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേഗം തരൂ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ പൈസയോ? എടീ കൊച്ചേ, ഞങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കാൻ വലിയ വലിയ ഡോണുകൾ വരെ പേടിക്കും. അറിയോ നിനക്ക്? നിങ്ങളെ പോലുള്ള മണ്ടന്മാരുമായി ഡീലിങ്സ് വെച്ചില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. എടാ, അവളെ പിടിച്ച് ആ കൊക്കയിലെറിയ. ഒന്നും സംഭവിക്കില്ല, മേഡം എങ്ങനെയായാലും രക്ഷപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കൊക്കയിലാമത്തെ വലിച്ചെറിയാണെങ്കിലോ? ഹലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓഹോ, ഇത് നോക്കിയേ, ഞങ്ങൾക്ക് കുറച്ച് ഡയമണ്ട് വിൽക്കാനുണ്ട്. നിങ്ങൾ ആരാ? അതെ, എന്റെ കണ്ണാടി സ്റ്റൈലും എന്റെ ഇതൊക്കെ നോക്കൂ. ഇതുവരെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഡയമണ്ട്സ് സെല് ചെയ്യണം. ഒറ്റയ്ക്ക് പോകാൻ ബോറടിക്കും, അതുകൊണ്ട് എപ്പോഴും കൂടെ ഡാൻസർ ഉണ്ടാകും. ആക്ച്വലി ഞാനിവിടെ പുതിയതാ. ഞാൻ സീനിയേഴ്സിന് അയക്കാം, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. കണ്ടോ, വജിരം പേടിക്കുന്നുണ്ട്, അതും അറിയാത്തൊരു ഷേക്കിന്റെ അടുത്ത്. ഇതാണ് സ്മഗ്ലറുടെ ഒരു രീതി. എന്താ ഹണി ബണി പപ്പൻ ജോർദാർ, എന്ത് കോമാളി തരാ കാണിക്കുന്നേ? ഞാൻ ഹണിയല്ല, ഞാനൊരു ബെല്ലി ഡാൻസർ ആണ്. പെട്ടെന്ന് പോവോ? സോറി, ഞാൻ മുഴുവനായിട്ട് ക്യാരക്ടറായി മാറിപ്പോയി. വരൂ. നമ്മുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചും കഥക് തുറന്നില്ലെങ്കിൽ അതിനപ്പുറം ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത്? മാസ്റ്റർ കീ. വിധി, ചാവി കയ്യിൽ വെച്ചുകൊണ്ട് എന്തിനാ വാതിലിൽ ചവിട്ടിക്കൊണ്ടിരുന്നേ? ഹണി, ബണി, സോർദാർ, പോപ്പർ. നമ്മൾ എന്ത് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്താലും നമ്മൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ നാലുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? ആരായവന്മാരൊക്കെ? ഞങ്ങൾ സമയം കവിഞ്ഞ മിന്നലുകൾ. നിങ്ങൾ എല്ലാവരും പിടികൂടാൻ വന്നിരിക്കുകയാണ്. Any doubt? ഇഞ്ചക്ഷൻ റെഡിയായി കേട്ടോ. അഴക് കൂടുമ്പോ സെൻസിറ്റിവിറ്റിയും കൂടുതലാകും കേട്ടോ. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അത് കൂടുതലായിട്ട് അറിയും നിനക്ക്. അയ്യോ കഷ്ടം, നിനക്ക് എന്താ കോൾഡ് പിടിച്ചോ? അതെ മാഡം, അതെ. 3-4 ദിവസമായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുക. ഓ
അല്ല മനസ്സിലായോന്ന്? ഈ ശബ്ദത്തിന് അർത്ഥം മനസ്സിലായോ? നിന്റെ മൂക്കിന് ട്രീറ്റ്മെന്റ് ചെയ്യും. വലിയ വടിയെടുത്തിട്ട് നിന്റെ മൂക്കിൽ കുത്തി ക്ലീൻ ചെയ്യും.